കോഴിക്കോടുള്ള ഒരു സമ്പന്ന കുടുംബം. പുലർച്ചെ 3 മണിക്ക് എന്തോ അസാധാരണമായ ശബ്ദം കേട്ട് ഉണരുന്നു. ടെന്നീസ് ബോളിന്റെ വലിപ്പമുള്ള കല്ലുകൾ വീടിനുള്ളിലേക്ക് വീഴുകയാണ്. വീട്ടുകാർ ഓരോ ജനലുകളും അടച്ചു, വാതിലുകൾ പരിശോധിച്ചു. കല്ലുകൾ എവിടെ നിന്നാണ് വീഴുന്നതെന്ന് മാത്രം മനസ്സിലാവുന്നില്ല. അവരുടനെ പോലീസിനെ വിളിച്ചു. 2 പോലീസുകാർ വന്നു. ചുറ്റുപാടും പരിശോധിച്ചു. വേലക്കാരെ ചോദ്യം ചെയ്തു. അയൽവാസികളോട് അന്വേഷിച്ചു. പക്ഷെ ഒരു വിവരവും ലഭിച്ചില്ല. ഓരോ ദിവസവും കാര്യങ്ങൾ വഷളായിക്കൊണ്ടിരുന്നു. അയലിൽ തൂക്കിയിട്ടിരിക്കുന്ന വസ്ത്രങ്ങളിൽ തന്നെ തീ കത്തുന്നു. ഇരിക്കുന്ന പായ പെട്ടെന്ന് തന്നെ കത്തിപ്പിടിക്കുന്നു. മൺപാത്രങ്ങൾ പൊട്ടിത്തകരുന്നു. പക്ഷെ അതിലും മോശമായ കാര്യം മറ്റൊന്നായിരുന്നു. ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഭക്ഷണം മോശമാവുന്നു. കറികളിൽ മാലിന്യവും മുടിയും കലരുന്നു. പുലർച്ചെയുള്ള നിർത്താതെയുള്ള കല്ലേറുകൾ. 7 ദിവസം ആക്രമണങ്ങൾ തുടർന്നു. വീട്ടുകാരനവരോട് ഒരു അയൽവാസി താൻ കണ്ട ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. 3 മാസം മുമ്പ് അവർ പിരിച്ചുവിട്ട വേലക്കാരൻ രാത്രി അവരുടെ വീടിന് പുറകിലെ ആൽമരത്തിനടുത്ത് വെച്ച് മന്ത്രോച്ചാരണം നടത്തിയിരുന്നത്രേ. വാഴയിലയിൽ പൊതിഞ്ഞ മാംസവും മദ്യവും അർപ്പിച്ചുകൊണ്ട് അയാൾ ആരെയോ പ്രാർത്ഥിച്ചു. കാരണവർ അയാളെ കണ്ടെത്താൻ ശ്രമിച്ചെങ്കിലും അയാളെ കിട്ടിയില്ല. അതോടെ ആ വീട്ടിലെ അസ്വസ്ഥതകളും ഇല്ലാതായി. അധികാരികൾക്കും പോലീസുകാർക്കും വിശദീകരിക്കാനായില്ലെങ്കിലും ആ വീട്ടിലെ കാരണവർക്ക് ആ കാര്യം ഉറപ്പായിരുന്നു. ഇത് അവന്റെ കളിയാണ്, ചാത്തന്റെ.